Good morning. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എക്സാം ഒക്കെ കഴിഞ്ഞ് തുടങ്ങുകയാണ്. എല്ലാം മറന്നിട്ടുണ്ടാവുക. വീഡിയോ എല്ലാം കൂടെ കാണണമെന്ന് ഞാൻ പറയാറുണ്ട്. കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മൊഡ്യൂൾ 2 ഫ്രിക്ഷന്റെ പാർട്ടായിരുന്നു നമ്മൾ പഠിച്ചത്. എന്താണ് ഫ്രിക്ഷൻ, ഡ്രൈ ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ട് പിന്നെ നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്തായിരുന്നു. ഓർമ്മ വെഡ്ജ് ഫ്രിക്ഷൻ പഠിച്ചു, ലാഡർ ഫ്രിക്ഷൻ, ഇതിന് രണ്ടിന്റെയും പ്രോബ്ലം പഠിച്ചു. ഈ സെക്കൻഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് ടോപ്പിക് ഫ്രിക്ഷൻ ആണ്. നമ്മൾ ചെയ്ത പ്രോബ്ലങ്ങളിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ കഴിഞ്ഞു. ഇനിയും അടുത്തതാണ് സെക്കൻഡ് പാർട്ട്. കുറെ ഉണ്ട്, ഈ ഫോഴ്സും അതിന്റെ റിസൾട്ടന്റും പിന്നെ ബീമിന്റെ പ്രോബ്ലംസും ഇതൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. നിങ്ങൾ സിലബസ് ചെക്ക് ചെയ്തായിരുന്നെങ്കിൽ മനസ്സിലാവും. ഒന്നുകൂടെ എന്തായാലും പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സിലബസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് പോർഷൻ ആണ് പാരലൽ കൊപ്ലാനാർ ഫോഴ്സസ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം. എന്താണ് പാരലൽ ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് ആക്ഷൻ എന്താണ് ഫോഴ്സിന്റെ ഓർമ്മയുണ്ടോ? അതായത് ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ ആക്ട് ചെയ്യുന്നത് അതിനെയാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്ഷനും ഉണ്ട്, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും ഉണ്ട്, അറിയാലോ. ഇനിയും ദ ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ആർ പാരലൽ ടു ഈച്ച് അതർ ആർ കാൾഡ് പാരലൽ ഫോഴ്സസ്. ഓക്കെ, അതായത് ഇതാണ് ഒരു ഫോഴ്സ്, ഈ ലെഫ്റ്റിൽ കാണുന്നത്. പിന്നെ ഇത് രണ്ട് ഫോഴ്സ് ആണെങ്കിലും നോക്ക്, ഈ രണ്ട് ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്ന ആരോ വെച്ചിട്ട്. ഈ ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ആണെങ്കിൽ അതിനെയാണ് പാരലൽ കൊപ്ലാനാർ ഫോഴ്സസ് എന്ന് പറയുന്നത്. കൊപ്ലാനാർ ഫോഴ്സ് എന്താണ്? സെയിം പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കൊപ്ലാനാർ ഫോഴ്സ്. ഓർമ്മയുണ്ടല്ലോ, കൊളീനിയർ കൊപ്ലാനാർ ഒക്കെ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പം ഈ രണ്ട് കൊപ്ലാനാർ ഫോഴ്സ് തമ്മിൽ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ തമ്മിൽ പാരലൽ ആണെങ്കിൽ അതിനെ പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നു. ഇനി പാരലൽ ഫോഴ്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് പാരലൽ ഫോഴ്സസും അൺലൈക്ക് പാരലൽ ഫോഴ്സസും. ഓക്കെ, ഇവിടെ പറയുന്ന ലൈക്ക് പാരലൽ ഫോഴ്സ് ഉണ്ടല്ലോ, അതിന്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും, രണ്ടും അപ്വേർഡ് ആണ് കേട്ടോ. അതിനെയാണ്, അല്ലെങ്കിൽ രണ്ടും ഡൗൺവേർഡ്സ് ആയിരിക്കും. അപ്വേർഡോ ഡൗൺവേർഡോ ഏതുമാവട്ടെ, പക്ഷെ രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അതിനെ ലൈക്ക് പാരലൽ ഫോഴ്സ് എന്നും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ അൺലൈക്ക് പാരലൽ ഫോഴ്സ് എന്നും പറയുന്നു കേട്ടോ. എ ലൈക്ക് പാരലൽ ഫോഴ്സ്, ബി അൺലൈക്ക് പാരലൽ ഫോഴ്സ്. ക്ലിയർ ആണല്ലോ, സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. അതാണ് കപ്പിൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ല ബീമൊക്കെ വരുന്നു, അതിലൊരു പ്രോബ്ലമോ അല്ലെങ്കിൽ കപ്പിളിന്റെ ഒരു പ്രോബ്ലമോ ആയിരിക്കും ചോദിക്കാൻ സാധ്യത കൂടുതൽ. ലാസ്റ്റ് ഇയറിൽ എന്തോ കപ്പിളിന്റെ പ്രോബ്ലം ആയിരുന്നു ചോദിച്ചിരുന്നത്, കറക്റ്റ് ഓർക്കുന്നില്ല. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട്. അപ്പം കപ്പിൾ എന്താന്ന് നോക്കാം. ദ റിസൾട്ടന്റ് ഓഫ് ടു അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ഈസ് 0. കാര്യം എന്താ? അൺലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പം സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടും ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എടുക്കുമ്പോൾ നെഗറ്റീവ് ആയി 0 ആയി പോകും. രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകും, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആവും. അപ്പോൾ അതിന്റെ സം എന്താണ്? 0 ആയിരിക്കും, അല്ലെങ്കിൽ റിസൾട്ടന്റ് 0 ആയിരിക്കും. The resultant of two unlike parallel forces of same magnitude is 0. Hence, these forces cannot be replaced by another single force. അതായത് കപ്പിളിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സിനെ അല്ലെങ്കിൽ വേറൊരു ഫോഴ്സുമായിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ഈ കപ്പിളിന്റെ നമ്മളുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ. ഈ സെയിം മാഗ്നിറ്റ്യൂഡുള്ള അൺലൈക്ക് ഫോഴ്സസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതെന്താണ്? 0 ആയി പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് such two forces having the same magnitude, parallel line of action and opposite sense are said to form a couple. ഇങ്ങനത്തെ ഫോഴ്സ് ആണ് കപ്പിൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, the plane in which the force acts is called the plane of couple and the distance between the line of action of forces is called arm of couple. ഇത് പ്ലെയിൻ ആണ്. പിന്നെ ഈ ഡിസ്റ്റൻസ് കണ്ടല്ലോ, ഈ രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആം ഓഫ് കപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? The resultant of two unlike parallel forces of same magnitude 0. Hence, these forces cannot be replaced by another single force. Such two unlike parallel forces of same magnitude
and parallel line of action and opposite in direction are said to form a couple. മനസ്സിലായല്ലോ? ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സാധനമാണ് കപ്പിൾ ഉണ്ടാക്കുന്നത്. ഇതിനെ ക്ലോക്ക് വൈസ് കപ്പിൾ എന്നും ഇതിനെ ആന്റി ക്ലോക്ക് വൈസ് കപ്പിൾ എന്നും പറയുന്നു. അതായത് ക്ലോക്ക് വൈസ് കപ്പിൾ കാര്യം എന്താ, ഇതാണ് മെയിൻ ഫോഴ്സ് എങ്കിൽ ഇതിന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത് ഫസ്റ്റ് ഫോഴ്സ് എടുത്താൽ അതിന്റെ ഡൗൺവേർഡ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ അപ്വേർഡ് ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ഫോഴ്സ് എങ്ങനെയാണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുകൊണ്ട് ഇതിനെ കൗണ്ടർ ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആം ഓഫ് കപ്പിൾ. ഓക്കെ, ഇനി നമ്മുടെ കപ്പിളിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട് നോക്കാം. അടുത്താണ് പ്രോപ്പർട്ടീസ് ഓഫ് കപ്പിൾ അല്ലെങ്കിൽ ഫോഴ്സ് കപ്പിൾ. ഒരു 7-8 പ്രോപ്പർട്ടീസ് ഉണ്ട്, ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, the two forces constituting a couple are equal in magnitude and opposite direction, therefore the sum of force of couple is 0. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫോഴ്സ് ഓഫ് എ കപ്പിൾ ഈസ് 0. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് അതിന്റെ ഫോഴ്സിന്റെ സം എടുത്താൽ, റിസൾട്ടന്റ് എടുത്താൽ എന്ത് സംഭവിക്കും, 0 ആയിരിക്കും. ഫസ്റ്റ് പ്രോപ്പർട്ടി, the force sum of forces of a couple is 0. Okay, അടുത്തത് second property, the moment of a couple about any point in the plane of a couple is constant and is independent of position of moment center. അതായത് ഒരു കപ്പിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള മൊമെന്റ് എടുത്താൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അത് ഡിപ്പെൻഡന്റ് ഓഫ് ദ പൊസിഷൻ ഓഫ് മൊമെന്റ് സെന്റർ. മൊമെന്റ് സെന്ററിന്റെ പൊസിഷൻ എവിടെ ആയിരുന്നാലും അത് കുഴപ്പമില്ല, പക്ഷെ കപ്പിളിന്റെ മൊമെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ദ മൊമെന്റ് ഓഫ് എ കപ്പിൾ അബൌട്ട് എനി പോയിന്റ് ഇൻ ദ പ്ലെയിൻ ഓഫ് എ കപ്പിൾ ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ പൊസിഷൻ ഓഫ് മൊമെന്റ് സെന്റർ. അതിന്റെ ചെറിയൊരു പ്രൂഫാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ ഓയിലേക്ക് മൊമെന്റ് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഫോഴ്സ്, എഫ് ഇൻറ്റു എന്താണ് എക്സും ഉണ്ട്, പിന്നെ എഫ് ഈ ഫോഴ്സിന്റെ ഡി പ്ലസ് എക്സും ഉണ്ട്. അത് എടുത്തു കഴിയുമ്പോൾ ടോട്ടൽ എം ടു മൊമെന്റ് ഇസിക്കൽ എഫ് ഇൻറ്റു ഡി എന്ന് കിട്ടും. ഇത് ഈ എക്സുമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫോർ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് എന്ന്. അത് പ്രോപ്പർട്ടി ആണ്, അടുത്തിരുന്നാൽ മതി. ഓക്കെ, ഈ തേർഡ് പ്രോപ്പർട്ടി, another property of couple is that the action of a couple on a rigid body will not be changed if its arm is stained in the plane of a couple through any angle about one of its ends as shown in the figure. അതായത് ഇവിടെ നോക്കുക, ഇതാണ് കപ്പിൾ എന്ന് പറയുന്നത്. കണ്ടോ, ഈ എം ഇസിക്കൽ എഫ് ഇൻറ്റു ടി, ഇത് കപ്പിളിന്റെ മൊമെന്റ് ആണ്. ഇങ്ങനെ കാണിക്കുന്നതിനാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. ഇത് ഫോഴ്സും ഇതുള്ളത് കപ്പിളും. ഇങ്ങനെ ഒരു ഫിഗർ കണ്ടാൽ ഓർത്തിരിക്കണം, കപ്പിളുള്ള ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്ലെയിനില് ഇതൊരു എന്താണ് ഫിക്സഡ് പോയിന്റ് എടുത്താൽ അല്ലെങ്കിൽ ഒരു എൻഡ് എടുത്താൽ ഇതിനെ പല രീതിയിലായിട്ട് തിരിച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിന്റെ താഴോട്ടും വരച്ചു, അങ്ങനെ ആക്കിയാലും ഇതിന്റെ കപ്പിളിന് ചേഞ്ച് ഒന്നും പറ്റത്തില്ല എന്ന്. അതായത് എഫ് ഇൻറ്റു ഡി തന്നെ ആയിരിക്കും ഇവിടുത്തെ മൊമെന്റ് എല്ലായിടത്തും. കണ്ടോ, അത്രേ ഉള്ളൂ. അതായത് if the action of couple on a rigid body will not be changed if its arm is stained in the same plane through any angle. ആ സെയിം പ്ലെയിനിൽ തന്നെ വേണം. ഓക്കെ, ഈ ഫോർത്ത് പ്രോപ്പർട്ടി നോക്കാം. By successive rotation of arm of a couple in its plane, first about one end and then about the other, the couple can be put in any desired position in this plane. Thus we can transpose a couple in its plane without changing its action on a body. അതായത് കപ്പിളിന്റെ ആക്ഷൻ ചേഞ്ച് ചെയ്യാതെ എന്താണ് ഒരു കപ്പിളിനെ നമുക്ക് ആ പ്ലെയിനിൽ തന്നെ ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഫോർത്ത് പ്രോപ്പർട്ടി. ഫിഫ്ത്ത് വൺ, ദ ആക്ഷൻ ഓഫ് എ കപ്പിൾ ഓൺ എ ബോഡി does not change if both the magnitudes of forces and arm of the couple are changed in such a way that the moment of couple remains unchanged. That is, without changing the action on a body, a given couple can be replaced by another one with different forces with a different arm, provided the moment of the two couples are equal.
അതായത് ഒരു കപ്പിളിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊരു കപ്പിൾ വെച്ചിട്ട്, അതായത് അതിന്റെ ഫോഴ്സും അതിന്റെ ആം ലെങ്തും ഡിഫറെന്റ് ആണെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും മൊമെന്റ് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ടും റീപ്ലേസ് ചെയ്യാമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. സിക്സ്ത് പ്രോപ്പർട്ടി, the couple consisting of magnitude of forces F and arm of couple D can be replaced by the couple of magnitude Q and arm of force D1 if F into D is equal to Q into D1. ഇതും മൊമെന്റ് തന്നെയാണ്. മൊമെന്റ് ആണ് F into D. അടുത്ത Q ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെന്റ് ആണ് Q into D1. അത് രണ്ടും സെയിം ആണെങ്കിൽ റീപ്ലേസ് ചെയ്യാമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇനി സെവൻത് പ്രോപ്പർട്ടി, several couples in one plane can be replaced by a single couple acting in the same plane such that the moment of this single couple is equal to the algebraic sum of moment of the given couples. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗറിൽ നിന്ന് എഫ് ഇൻറ്റു ഡി പ്ലസ് ക്യൂ ഇൻറ്റു ഡി വൺ ഇസിക്കൽ എഫ് ഇൻറ്റു ഡി പ്ലസ് ക്യൂ വൺ ഇൻറ്റു ഡി. അത് ചെയ്യുമ്പോൾ സ്ഥലത്ത് ക്യൂ വൺ എന്ന് പറഞ്ഞാൽ ക്യൂ ഡി വൺ ബൈ ഡി. അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്, നിങ്ങൾ നോക്കിയാൽ മതി, പ്രോപ്പർട്ടി അറിഞ്ഞിരുന്നാൽ മതിയേ. ഓക്കെ. ഇനി സെവൻത് പ്രോപ്പർട്ടി, ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ്. സോറി, സെവൻത് പ്രോപ്പർട്ടി അല്ല, നമ്മളിപ്പോൾ നോക്കിയത്. ഇനി എയ്ത്ത് പ്രോപ്പർട്ടിയാണ്. A given couple can be resolved into several component couples by choosing the component couples in such a manner that the algebraic sum of their moments is equal to the moment of given couple. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതിന്റെ മൊമെന്റ്, ഗിവൺ കപ്പിളിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ആൾജിബ്രൈക് സം ഓഫ് റിസോൾവ് ചെയ്തിരിക്കുന്ന ഫോഴ്സിന് അല്ലെങ്കിൽ കപ്പിളിന്റെ ആൾജിബ്രൈക് സമ്മിന് സെയിം ആയിരിക്കണം. ഓക്കെ. 8 പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ നോക്കുക എല്ലാവരും. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്, എയ്ത്ത്. ഇത് ചോദിക്കാം, തിയറി എന്താണ് നമ്മുടെ എ പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രോപ്പർട്ടീസ് ഓഫ് കപ്പിൾ, അല്ലെങ്കിൽ വാട്ട് ഈസ് കപ്പിൾ ആൻഡ് എന്ത് എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് കപ്പിൾ എന്ന് പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി ഒരു അടുത്ത ടോപ്പിക്കാണ് റെസൊല്യൂഷൻ ഓഫ് എ ഗിവൺ ഫോഴ്സ് ഇൻറ്റു ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ഗിവൺ പോയിന്റ് ആൻഡ് എ കപ്പിൾ. അതായത് ഒരു ഗിവൺ ഫോഴ്സിനെ വേറൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിട്ടും ഒരു കപ്പിളുമായിട്ട് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് അടുത്ത ടോപ്പിക്ക്. ഓക്കെ. എ ഗിവൺ ഫോഴ്സ് എഫ് അപ്ലൈഡ് ടു എ പോയിന്റ് എ ക്യാൻ ബി മൂവ്ഡ് അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ but cannot be moved to any point away from the line of action without modifying the action of F on a rigid body. ഓക്കെ. ഇപ്പൊ നമ്മൾ ഒരു ഫോഴ്സ് എയിൽ ഒരു ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പോയിന്റ് ബി കൺസിഡർ ചെയ്യാം. അറ്റ് എ ഡിസ്റ്റൻസ് ഡി ഫ്രം ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് എഫ്. അതായത് ഈ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എഫ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് ഈ പോയിന്റ് എയിൽ നിന്നാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ നിന്നൊരു ഡിസ്റ്റൻസ് ഡിയിൽ അനദർ പോയിന്റ് ബി കൺസിഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫിഗർ നോക്ക്, രണ്ട് ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് കൊളീനിയർ ഫോഴ്സ് ഈച്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് എഫ് ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഗിവൺ ഫോഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ബി. ഇനി നമ്മൾ ബിയിൽ എന്ത് ചെയ്തു, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഈ പോയിന്റ് ബിയിൽ ആക്ട് ചെയ്യിപ്പിച്ചു. അന്നേരം ഇത് എന്താണ്, ക്യാൻസൽ ആയി പോകും. നെറ്റ് എഫക്റ്റിന് ചേഞ്ച് ഒന്നും വരത്തില്ല. അപ്പം ഇവിടെ നമ്മൾ പോയിന്റ് ബിയിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തു. Then the force F at A and oppositely directed force F at B constitute a couple M is equal to F into D. കപ്പിളിന്റെ മൊമെന്റ് ആണ് എഫ് ഇൻറ്റു ഡി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെയാണ് കപ്പിൾ ഡിനോട്ട് ചെയ്യുന്നത്, എഫ് ഇൻറ്റു ഡി. ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന എഫ് ആട്ടോ ഇത്. Thus, a force F acting on the A can be resolved into force acting at B together with a couple of magnitude F into D. അപ്പം ഇത് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഫോഴ്സ് ഒരു എയിലുള്ള ഒരു ഫോഴ്സിനെ നമുക്ക് ബിയിലുള്ള ഒരു ഫോഴ്സും അവിടെ ഉള്ള ഒരു കപ്പിളുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന്. ഫോഴ്സ് എഫ് മാത്രമായിട്ടല്ല, എഫ് എലോങ് വിത്ത് എ കപ്പിൾ വിത്ത് മൊമെന്റ്
M is equal to F into D. അങ്ങനെ ഒരു കപ്പിളും പിന്നെ ഒരു ഫോഴ്സും വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രോബ്ലംസിനൊക്കെ ആവശ്യം വരും. ഈ ഫോഴ്സ് എഫിനെ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ഫോഴ്സ് എഫും അതിന്റെ ഒരു കപ്പിളും കണ്ടുപിടിച്ചിട്ട് അതിനെ വെച്ച് റീപ്ലേസ് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്യും. അത് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ ഇത് മനസ്സിലാക്കിയാൽ മതിയേ. അതായത് ഫോഴ്സ് എഫ് അറ്റ് എ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ഫോഴ്സ് ആക്ടിങ് അറ്റ് അനദർ പോയിന്റ് ബി ടുഗദർ വിത്ത് എ കപ്പിൾ ഓഫ് ഫോഴ്സ് couple of magnitude F into D. Clear ആണല്ലോ? ഓക്കെ. ഇനി അടുത്താണ് റിസൾട്ടന്റ് ഓഫ് പാരലൽ ഫോഴ്സസ്. ഇതാണ് ഇങ്ങനെ കുറെ പാരലൽ ഫോഴ്സ് F1, F2, F3, F4 തന്നിട്ടുണ്ട്. അതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ the resultant will be the algebraic sum of all the given forces. F1, F2, F3, F4 എന്ന ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ നോക്കണം. ഡയറക്ഷൻ ഒരെണ്ണം താഴോട്ടാണ്, അപ്പൊ അത് നെഗറ്റീവ് ആണ്, ബാക്കിയെല്ലാം പോസിറ്റീവ്. Therefore the resultant R is equal to F1 plus F2 minus F3 plus F4. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏതാണോ അതിന്റെ നെഗറ്റീവ് ഡയറക്ഷൻ കൊടുക്കണം, നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഓക്കെ, അത് മറക്കരുത്. അതാണ് റിസൾട്ടന്റ് ഓഫ് പാരലൽ ഫോഴ്സസ്. പിന്നെ സെന്റർ ഓഫ് പാരലൽ ഫോഴ്സസ് ഉണ്ട്. അത് നോക്ക്. The resultant of a number of parallel forces is a single force by which the parallel forces can be replaced. It is the algebraic sum of parallel forces. The point of application of this resultant force is called the center of parallel forces. നമ്മൾ resultant force കണ്ടുപിടിച്ച resultant force എന്തായിരുന്നു? ഈ തന്നിരിക്കുന്ന ഫോഴ്സിന്റെ എല്ലാം കൂടെ ആൾജിബ്രൈക് സം ആണ്. ഇതിന്റെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് സെന്റർ ഓഫ് പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. To locate this point, the principle of moments can be applied. അതായത് the sum of moments of all the forces in plane about any point is equal to the moment of their resultant about the same point. അത് വെച്ച് എന്റെ സെന്റർ കണ്ടുപിടിക്കാം. നമുക്ക് പ്രോബ്ലം വരുന്നുണ്ട്, അന്നേരം ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് പാരലൽ ഫോഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഡിസ്റ്റൻസ് ഉണ്ട്, അത് ആക്ട് ചെയ്യുന്ന പോയിന്റും കണ്ടുപിടിക്കണം, നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ഇക്വിലിബ്രിയം ഓഫ് പാരലൽ ഫോഴ്സ്. നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് മൊമെന്റ് പഠിച്ച പോലെ തന്നെ സിഗ്മ എഫും സിഗ്മ എമ്മും 0 ആയിരിക്കണം. നമ്മൾ നേരത്തെ പ്രോബ്ലം എല്ലാം ചെയ്യുന്ന അങ്ങനെ ആയിരുന്നല്ലോ. ഫോർ ഇക്വിലിബ്രിയം ഓഫ് പാരലൽ ഫോഴ്സസ് the resultant of force and resultant of moment should be 0. അതായത് സിഗ്മ എഫ് is equal to 0 and സിഗ്മ എം is equal to 0. ഇത്രയാണ് തിയറി പോർഷൻ ഉള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെയാണ് നോക്കാനുള്ളത്. ഒന്നുകൂടെ നോക്കാം തിയറി എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്. പാരലൽ കോപ്ലാനാർ ഫോഴ്സ് എന്താണെന്ന് നോക്കി, പിന്നെ കപ്പിള് നോക്കി, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് കപ്പിള്, പിന്നെ റെസൊല്യൂഷൻ ഓഫ് ഗിവൺ ഫോഴ്സ്, പിന്നെ റിസൾട്ടന്റ് ഓഫ് പാരലൽ ഫോഴ്സ്, സെന്റർ ഓഫ് പാരലൽ ഫോഴ്സ് ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് പാരലൽ ഫോഴ്സ്. ഇത്രയാണ്. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഓർമ്മ പാരലൽ കോപ്ലാനാർ ഫോഴ്സ് പഠിച്ചത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള അൺലൈക്ക് പാരലൽ ഫോഴ്സസ് എന്നും, അല്ല സോറി, സെയിം ഡയറക്ഷനുള്ളതിനെ ലൈക്ക് പാരലൽ ഫോഴ്സസ് എന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ളതിനെ അൺലൈക്ക് പാരലൽ ഫോഴ്സസും പറഞ്ഞു. ഇത് ഫോഴ്സസ് ലൈൻ ഓഫ് ആക്ഷൻ അത് പറഞ്ഞല്ലോ. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. നോക്ക്, ഇനി അതിന് ക്വസ്റ്റ്യൻ വരുന്നത്, റിസോൾവ് ദ ഫോഴ്സ് ഓഫ് 300 Newton ഷോൺ ദ ഫിഗർ ഇൻ ടു 2 പാരലൽ കമ്പോണൻസ്. ഫിഗർ ഇങ്ങനെയായിരിക്കും. എ ബി സി ഡി എന്ന് പറയുന്ന 4 പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന, ഇവിടെ എയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് വന്നിട്ടുണ്ട് 300 Newton. ഇതിനെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബിയിലും സിയിലേക്കും റിസോൾവ് ചെയ്യുക, പിന്നെ രണ്ടാമത്തത് സിയും ഡിയിലേക്കും റിസോൾവ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2 പാരലൽ കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുക ഒരു ഫോഴ്സ് വന്നിട്ട്. ഇതിനപ്പം നമുക്ക് 2 പാരലൽ കമ്പോണന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്പം ലെറ്റ് കമ്പോണൻസ് ബി ആൻസർ ആണ്. കമ്പോണൻസിനെ നമുക്ക് പിയും ക്യൂ ആയിട്ട് മാറ്റാം. ലെറ്റ്സ് ദ കമ്പോണൻസ് ബി പി ആൻഡ് ക്യൂ. therefore പി പ്ലസ് ക്യൂ എന്ന് പറയുന്നതിനാണ് എഫ്. അതാണ് നമുക്ക് 300 ന്യൂട്ടൺ എന്ന് തന്നിട്ടുള്ളത്. പി പ്ലസ് ക്യൂ 300 ന്യൂട്ടൺ ആയിട്ട് എടുക്കാം. ഓക്കെ,
ഇനി നമുക്ക് ഓരോ കണ്ടീഷനും കൊടുക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ when components are at B and C, ബിയും സിയിലും ഫസ്റ്റ് രണ്ടെണ്ണം എടുക്കാം. അപ്പൊ എങ്ങനെ ഫിഗർ വരും? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഫിഗർ ഇങ്ങനെയായിരുന്നു. ഇവിടെ ബി ഉണ്ട്, വേറൊരു പോയിന്റിൽ എ, പിന്നെ ഒരു പോയിന്റ് സി, പിന്നെ ഡി. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ തന്നിരുന്നത്. ഇതിന്റെ ഡിസ്റ്റൻസ് 2 മീറ്റർ, ഇവിടുത്തെ ഡിസ്റ്റൻസ് 1 മീറ്റർ, ഇവിടുത്തെ ഡിസ്റ്റൻസ് 2 മീറ്റർ. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ തന്നിരുന്നത്. നമുക്ക് എയിലായിരുന്നു നേരത്തെ ഉള്ളത്. ഇനി നമ്മളിപ്പോൾ മാറ്റേണ്ടത് ബിയിലും സിയിലെയും മാറ്റി ഫസ്റ്റ് കമ്പോണന്റ് പി ക്യൂ ഇങ്ങനെ കമ്പോണന്റ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിനെ റിസോൾവ് ചെയ്യാൻ എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് കേസ്. ഇപ്പം നമുക്ക് ആദ്യം തന്നിരുന്നതിന്റെ ഇതിന്റെ ഉണ്ടായിരുന്നല്ലോ, ഇതിന്റെ മൊമെന്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? മൊമെന്റ് എം ഈസ് ഈക്വൽ ടു മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ബി എടുക്കുക. മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ബി ഈസ് ഈക്വൽ ടു ഈ ഗിവൺ ഫോഴ്സ് 300 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 2, ദാറ്റ് ഈസ് 600 എന്ന് കിട്ടുമായിരുന്നല്ലോ, ന്യൂട്ടൺ മീറ്റർ. 600 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും മൊമെന്റ് അബൌട്ട് ബി. അപ്പം നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് ദ പോയിന്റ് ബി ഇസ് ഈക്വൽ ടു 600 ന്യൂട്ടൺ മീറ്റർ എന്നുണ്ട്. വി ഹാവ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ്, ഇനി നമ്മളെ ഈ തിയറം വെച്ച് പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ആൻഡ് ക്യൂ ഷുഡ് ബി the sum of their moments about B should be such that the sum of their moments about B should be 600 meter. അതായത് the magnitude of P and Q should be such that എങ്ങനെ ആയിരിക്കണം? sum of their moments about B should be 600 ന്യൂട്ടൺ മീറ്റർ. അതായത് പിയും ക്യൂവും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടീഷൻ പറയേണ്ടത് ഈ പിന്റെയും ക്യൂവിന്റെയും സെപ്പറേറ്റ് എടുക്കുന്ന മൊമെന്റിന്റെ സമ്മ് ടോട്ടൽ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ബി ആയിട്ട് സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് 600 ന്യൂട്ടൺ മീറ്റർ തന്നെ ആയിരിക്കണം. ഇനി നമുക്ക് മൊമെന്റ് എടുക്കാം. ഓക്കെ, മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ബി. മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ബി ഈസ് ഈക്വൽ ടു ഇവിടെ എന്തൊക്കെ വരണം? ഈസ് ഈക്വൽ ടു 600 ന്യൂട്ടൺ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടിന്റെ മൊമെന്റ് എടുത്താൽ പി ഇൻറ്റു ബിയിലേക്കാണ്, അവിടുത്തെ ഡിസ്റ്റൻസ് 0, പ്ലസ് ക്യൂ ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് 2 + 1 മീറ്റർ. ക്യൂ ഇൻറ്റു 2 + 1, അതായത് പി 0 ആവും. അതായത് ക്യൂ into 3 is equal to 600 എന്ന് കിട്ടും. Therefore Q is equal to 300 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇവിടെ 200 ന്യൂട്ടൺ മീറ്റർ. Q/3 കറക്റ്റ് അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി P + Q എത്രയാണ്? We have P plus ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. ക്യൂ ഫോഴ്സ് അല്ലേ, മൊമെന്റ് അല്ലല്ലോ. വി ഹാവ് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 300 ന്യൂട്ടൺ. ദെയർഫോർ പി ഇസ് ഈക്വൽ ടു 300 മൈനസ് 200 ഇസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ കിട്ടും. സംശയമില്ലല്ലോ. ഇത് എവിടെ നിന്നാണ് പി പ്ലസ് ക്യൂ 300 വന്നതെന്ന് അറിയില്ലേ? ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ 300 എന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പി പ്ലസ് ക്യൂ 300 ആണ്. ക്യൂ നമുക്ക് 200 കിട്ടി. ദെയർഫോർ പി 100 കിട്ടും. ഇതാണ് ഫസ്റ്റ് കണ്ടീഷനിൽ പിന്റെയും ക്യൂവിന്റെയും എന്താണ് റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ്. ഇനി രണ്ടാമത്തത് when components are when
components are at C and D. അപ്പോൾ ഫിഗർ എങ്ങനെ വരും? ഓക്കെ, അപ്പം ഫിഗർ എങ്ങനെ വരും? തന്നിരിക്കുന്ന ഫിഗർ ഇവിടെ ബി ഉണ്ട്, അടുത്ത പോയിന്റ് എ, പിന്നത്തെ പോയിന്റ് സി, ലാസ്റ്റ് പോയിന്റ് ഡി. ഇവിടെ 2 മീറ്റർ, ഇവിടെ 1 മീറ്റർ, ഇവിടെ 2 മീറ്റർ, ഇങ്ങനെ തന്നിരിക്കുന്നത്. ഇനി പിയും ക്യൂവും സിയിലും ഡിയിലും ആയിരിക്കണം. ഇവിടെയാണ് പി, ഇവിടെയാണ് ക്യൂ, സിയിലും ക്യൂ. ഇനി നമുക്ക് ടോട്ടൽ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ഡി എടുത്ത് എം ഡി അറ്റ് പോയിന്റ് ബി ആണ്. ഓക്കെ, ഇപ്പൊ ഈ കണ്ടീഷനിൽ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ബി ആയിരുന്നു നമ്മൾ എടുത്തത്. ഇനി ഇവിടെ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ഡി എടുക്കുക. ഇപ്പൊ ഇവിടെ ഫോഴ്സ് ഉണ്ട് 300 ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര വരുന്നത്? 1 + 2 3, ദാറ്റ് ഈസ് ഇക്വൽ ടു 900 ന്യൂട്ടൺ മീറ്റർ ആയിട്ട് വരണം. മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ഡി, ടോട്ടൽ ഗീവൺ ഫോഴ്സ് വെച്ചിട്ടുള്ള മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ഡി ആണ്. ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 2 + 1 ദാറ്റ് ഈസ് 3, 300 ഇൻറ്റു 3 900 ന്യൂട്ടൺ മീറ്റർ കിട്ടുമായിരുന്നു. അപ്പം നമ്മൾ സെക്കൻഡ് കണ്ടീഷനിൽ വി ഹാവ് മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ഡി ഈസ് ഈക്വൽ ടു 900 ന്യൂട്ടൺ ഉണ്ട്. അവിടുന്ന് എന്ത് ചെയ്യണം? ഇവിടുത്തെ മൊമെന്റും എടുക്കുക. ടോട്ടൽ പി ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് പി ഇൻറ്റു ഡിസ്റ്റൻസ് 2 പ്ലസ് ക്യൂ അവിടെ തന്നെയാണ്, ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് 0, that is 900 is equal to 2p. Therefore p is equal to 450 Newton meter. ഇനി പിന്നെ മറ്റേതുപോലെ we have p plus q is equal to 300 Newton. Therefore 450 plus q is equal to 300. Therefore q is equal to -150 ന്യൂട്ടൺ മീറ്റർ. ഇവിടെ -150 ആയതുകൊണ്ട് സിൻസ് Q is negative, Q is equal to 150 Newton acting downwards. ഡൗൺവേർഡ്സ് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ആയതുകൊണ്ടാണ്. ഇത്രേ ഉള്ളൂ. ഇപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് റിസോൾവ് ദ ഫോഴ്സ് ഓഫ് 300 ന്യൂട്ടൺ ആയിരുന്നു റിസോൾവ് ചെയ്യേണ്ടത്. എയിൽ തന്നിട്ടുണ്ട്, 2 കണ്ടീഷൻ ഉണ്ട്, ബിയും സിയിലേക്ക് റിസോൾവ് ചെയ്യുക, സിയും ഡിയിലേക്ക് റിസോൾവ് ചെയ്യുക. ഇപ്പൊ നമുക്ക് പ്രോബ്ലം ആദ്യം ഈ ഫോഴ്സിനെ പിയും ക്യൂ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. therefore p plus q is equal to 300 ന്യൂട്ടൺ കിട്ടി. then moment about the point ബി എടുത്തു, 600 ന്യൂട്ടൺ മീറ്റർ കിട്ടും. moment about the point ഡി എടുത്തു, 900 കിട്ടി. ഈ ഫസ്റ്റ് കണ്ടീഷൻ എടുത്തു. കമ്പോണൻസ് ബിയിലും സിയിലും ആയിരിക്കുമ്പോൾ അപ്പോൾ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ബി എടുത്തിട്ട് ചെയ്തു. അപ്പം ക്യൂവും കിട്ടി, പിയും കിട്ടി. സെക്കൻഡില് സിയും ഡിയും ആകുമ്പോൾ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ഡി എടുത്തു, 900 ഉണ്ട്, അതിനെ റിസോൾവ് ചെയ്ത് പിയും ക്യൂവും കിട്ടി. ഇവിടെ മൈനസ് ആയിട്ട് ആക്ടിങ് ഡൗൺവേർഡ്സ്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കപ്പിളിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്ക്. A rigid bar AB is acted upon by force as shown in the figure. Reduce the force system to a single force, a force moment system at A, force moment system at D. ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. ഓക്കെ, എ സിംഗിൾ ഫോഴ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. അതായത് റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നതാണ് ഒരു സിംഗിൾ ഫോഴ്സ്. ഓക്കെ, ആൻഡ് ആ റിസൾട്ടന്റ് കണ്ടുപിടിച്ചിട്ട് അത് എത്ര ഡിസ്റ്റൻസ്, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ടായിരിക്കും റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത്. ഒന്നെങ്കിൽ എ എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ബി എടുത്തിട്ടായിരിക്കും. ഇപ്പം നമ്മൾ എ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, എ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചിട്ട് അത് എയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാന്നുള്ളതൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് പ്രോബ്ലത്തിന് ആൻസർ ആവുന്നത്. ടോട്ടൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, ആൻഡ് അതിന്റെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് എ. ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം ആണ് കപ്പിള്. നമ്മൾ പറഞ്ഞു കപ്പിൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ഈ മൊമെന്റ് വെച്ച് തന്നെ ആയിരിക്കും, മൊമെന്റ് ഓഫ് കപ്പിള്.
അപ്പോൾ ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ് കപ്പിളർ. അത് എയിലുള്ള കപ്പിളും ബിയിലെയും ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് ഫിഗർ. എ ബി സി ഡി 4 പോയിന്റ് ഉണ്ട്. അവിടെ 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. 2 അപ്വേർഡ്സും 2 ഡൗൺവേർഡ്സും. ഇങ്ങനെ വരുമ്പോൾ അറിയാമല്ലോ, അപ്വേർഡ് ഉള്ളത് നമ്മൾ പോസിറ്റീവ് ആണ് എടുക്കുന്നത് നോർമൽ കേസിൽ. അപ്പോൾ അപ്വേർഡ് ഉള്ളത് പോസിറ്റീവ് ആണെങ്കിൽ താഴോട്ടുള്ളത് നെഗറ്റീവ് ആയിരിക്കും ഫോഴ്സ്. അതിനുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മൊമെന്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഫിഗർ നമ്മൾ ഒന്നുകൂടെ വരച്ചു, 4 ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സിഗ്മ എഫ് വിയും സിഗ്മ എഫ് എക്സും കണ്ടുപിടിക്കുക. അതായത് ഹൊറിസോണ്ടലിലുള്ള സിഗ്മ എഫ് ഫോഴ്സിൻ്റെ സമ്മും വെർട്ടിക്കലുള്ളതിൻ്റെ ഫോഴ്സിൻ്റെ സമ്മും കണ്ടുപിടിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് സിഗ്മ എഫ് എക്സ് നോക്കാം. ഹൊറിസോണ്ടലുള്ള എന്തെങ്കിലും ഫോഴ്സ് ഈ പ്രോബ്ലത്തിലുണ്ടോ? ഇല്ല. അപ്പം സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. അടുത്ത് നമുക്ക് സിഗ്മ എഫ് ഇ നോക്കാം. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലുള്ള ഫോഴ്സുകളെല്ലാം അപ്വേർഡ് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 8 പ്ലസ് 12 ഉണ്ട് പോസിറ്റീവ്. ഇനി താഴോട്ടുള്ളത് നെഗറ്റീവ് എടുത്താൽ -6 -8. ഇതിൻ്റെ എല്ലാം കൂടെ സമ്മ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് 6 കിലോ ന്യൂട്ടൺ കിട്ടും. സിഗ്മ എഫ് ഇ 6 കിലോ ന്യൂട്ടൺ ആണ്. Therefore, resultant R കണ്ടുപിടിക്കാമല്ലോ. എന്താണ് resultant R കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഇ സ്ക്വയർ. ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുക. സിഗ്മ എഫ് എക്സ് എന്താണ്? ഇംപ്ലൈസ് റൂട്ട് ഓഫ് 0 പ്ലസ് 6 സ്ക്വയർ. അതായത് ആർ എന്ത് തന്നെ കിട്ടും? 6 കിലോ ന്യൂട്ടൺ തന്നെ കിട്ടും. റിസൾട്ടന്റ് ആർ മനസ്സിലായല്ലോ. 0 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ആറിന് 36 ആണ്. 36ന്റെ സ്ക്വയർ റൂട്ട് 6 തന്നെയാണ്. therefore റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു 6 കിലോ ന്യൂട്ടൺ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് വേണ്ടത് ഇനിയും റിസൾട്ടന്റ് ആർ കിട്ടി. ഇതിന്റെ ടോട്ടൽ റിസൾട്ടന്റ് നമുക്ക് ഒരു 6 എന്ന് കിട്ടി. ഇവിടെ പോസിറ്റീവ് ആണ് കിട്ടിയത്. നോക്കാം, റിസൾട്ടന്റെ സൈൻ എന്താ? പോസിറ്റീവ്. അപ്പം ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു 6 കിലോ ന്യൂട്ടൺ. അപ്വേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത് ഇതിൽ. ഓക്കെ, ഇതിന് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇതിൽ എ ഉണ്ട്, ബി സി ഡി ഇടയ്ക്കെല്ലാം ഉണ്ട്. ഇത് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, ഈ റിസൾട്ടന്റ് ആർ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുക, ലെറ്റ് ദ റിസൾട്ടന്റ് ആർ ബി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് from the point A. Assume here let R be at a distance x from the point A. A നിന്നും x ഡിസ്റ്റൻസ് മാറിയാണ് റിസൾട്ടന്റ് എന്ന് അസ്യൂം ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? മൊമെന്റ് എടുക്കണം. ഇവിടെ നമ്മൾ സിഗ്മ എഫ് എക്സ് സിഗ്മ വൈയും എടുത്തു. ഇനി മൊമെന്റ് എടുക്കുക. മൊമെന്റിന്റെ സമ്മ about the point A. Sum of the moment about the point A എടുക്കുക. ഈ ഫിഗറിൽ about the point A എടുത്തു കഴിഞ്ഞാൽ നോക്ക്, എയിൽ എന്തൊക്കെയുണ്ട്? 8 ഉണ്ട്. 8 into 0 അത് വരത്തില്ല. പിന്നെ 6 into 4 വരും. ഈ 8 into 4 വരും. ഇത് രണ്ടും ക്ലോക്ക് വൈസ് നമ്മൾ പോസിറ്റീവ് എടുത്താൽ ഇത് രണ്ടും ക്ലോക്ക് വൈസ് ആണ്. മൊമെന്റ് ഓർമ്മയുണ്ടല്ലോ. അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ ഒന്നുകൂടെ റെഫർ ചെയ്യണം. മൊമെന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് ഇത് പഠിക്കണം. ഓക്കെ, ഇപ്പം മൊമെന്റ് എടുക്കുന്നത് ഈ എബൌട്ട് പോയിന്റ് എ ആയിരുന്നു. ക്ലോക്ക് വൈസ് ഉള്ളത് പോസിറ്റീവ് എടുക്കുക. അപ്പോൾ 6ഉം 8ഉം ക്ലോക്ക് വൈസ് ആണ്. ഈ 12 ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം ഈ 6 into 4 8 into 4 പിന്നെ 12 into 8 into 4 അല്ല, 6 into 4 8 into 4 plus 4 12 into 4 plus 4 plus 3. ഇത് മൈനസ് ആണ്, നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ എടുക്കുക ഇസ് ഈക്വൽ ടു 6 into 4 plus 8 into 4 plus 4 മൈനസ് 12. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. 4 plus 4 plus 3 വരും. ഓക്കെ, ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ കിട്ടും സിഗ്മ ഈ എം എ ഇസ് ഈക്വൽ ടു -44 കിലോ ന്യൂട്ടൺ കിട്ടും. ഇത് ചെയ്യുമ്പോൾ
മൈനസ് 44 കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പം നെഗറ്റീവ് ആണ്. അപ്പം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും ഇതിന് നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് സം ഓഫ് മൊമെന്റ് ഈസ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. Which implies sigma mi is equal to 44 kilonewton meter ഉണ്ട് ഡിസ്റ്റൻസ്. 44 kilonewton meter in counter clockwise direction. മൈനസ് ആയതുകൊണ്ടാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയത്. സംശയമൊന്നുമില്ലല്ലോ, ഇത്രയും ക്ലിയർ ആണ്. ഇനി നമുക്ക് ആ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഇനി ഇവിടെ നോക്കി, നമ്മൾ ഈ പോയിന്റ് എ ആയതുകൊണ്ട് ഈ ടോട്ടൽ റിസൾട്ടന്റിന്റെ മൊമെന്റ് എടുക്കുക. മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് അബൌട്ട് എ, മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് അബൌട്ട് എ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ മൊമെന്റ് എന്താണ്? 44 ആണ്. അപ്പം 44 ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ആർ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ആർ എത്രയാണ്? 6 കിലോന്യൂട്ടൺ. 44 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു എക്സ്. ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 44/6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7.33 മീറ്റർ. അതായത് ഡിസ്റ്റൻസ് 7.33 മീറ്റർ എന്ന് പറയാം. അതായത് ഈ എക്സ് ഡിസ്റ്റൻസ്. ഇപ്പൊ റിസൾട്ടന്റ് എന്ന് പറയുന്നത് പോയിന്റ് എയിൽ നിന്നും 7.33 മീറ്റർ മാറിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് കഴിഞ്ഞു. അതായത് റെഡ്യൂസ് ദ ഫോഴ്സ് സിസ്റ്റം എന്നായിരുന്നു ഇൻറ്റു എ സിംഗിൾ ഫോഴ്സ്. സിംഗിൾ ഫോഴ്സ് കണ്ടുപിടിച്ചു 6 കിലോമീറ്റർ ആണ്. അത് എക്സ് ഡിസ്റ്റൻസ് മാറിയത് 7.33 ഫ്രം എ എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് എ. ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് എ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു കപ്പിൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾ എ ആണ് പോയിന്റ് എടുക്കേണ്ടത്. ഓക്കെ, എ ഉണ്ട്, ബി, സി, ബി, ബി, ഇങ്ങനെയാണ് നമ്മുടെ ഫിഗറിന്റെ ലെങ്ത്. ഇനി ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് എ ആണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സം ഓഫ് ദി മൊമെന്റ് അബൌട്ട് എ എന്ന് എടുക്കണം. അതായത് മൊമെന്റ് അബൌട്ട് എ എടുക്കുക. ഇവിടുന്ന് ഈ ഫിഗറിൽ മൊമെന്റ് അബൌട്ട് എ നമുക്ക് എത്ര കിട്ടിയായിരുന്നു? 44 കിലോന്യൂട്ടൺ തന്നെ കിട്ടിയായിരുന്നല്ലോ. മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 44 കിലോന്യൂട്ടൺ മീറ്റർ നമുക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, ഈ റിസൾട്ടന്റ് എങ്ങനെയാണ്? 6 കിലോന്യൂട്ടൺ അപ്വേർഡ് ആണ്. റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു 6 കിലോന്യൂട്ടൺ അപ്വേർഡ് ഡയറക്ഷൻ. Therefore, നമുക്ക് എന്ത് പറയാൻ പറ്റും? സിസ്റ്റം ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ ഫോഴ്സ് സിസ്റ്റം എ. ഇവിടെയാണ് റിസൾട്ടന്റ് വന്നിരിക്കുന്നത്. എത്രയാണ് റിസൾട്ടന്റ്? 6 കിലോന്യൂട്ടൺ അപ്വേർഡ് ഡയറക്ഷൻ. ഇനി ഇവിടെ മൊമെന്റ് സിസ്റ്റം വരുന്നത് ക്ലോക്ക് വൈസ് ആണ്. 44 കിലോന്യൂട്ടൺ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പൊ ഇവിടെയും കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ മൊമെന്റ് കാണിക്കണം. ഇതാണ് മൊമെന്റ് ഫോഴ്സ് സിസ്റ്റം അറ്റ് എ. അതായത് ടോട്ടൽ റിസൾട്ടന്റ് 6 കിലോന്യൂട്ടൺ റെഡ്യൂസ് ചെയ്തിരുന്നു അറ്റ് പോയിന്റ് എ. നമുക്ക് പോയിന്റ് എയിലുള്ള മൊമെന്റ് കിട്ടിയത് 44 കിലോന്യൂട്ടൺ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പം ഇത് 44 കിലോന്യൂട്ടൺ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. കിലോന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് ഡി. ഓക്കെ, ഡിയുടെ പോയിന്റ് ഏതാണ്? ഇവിടെ. ഇതാണ് ഡി അല്ലേ? കറക്റ്റ് അല്ലേ? എ, ബി, സി, ഡി. ഇതാണ് ഡി. അപ്പം ഡിയിലുള്ള മൊമെന്റ് എടുക്കണം. ഓക്കെ, നമുക്കൊന്നുകൂടെ ആ ഫിഗർ വരയ്ക്കാം. ടോട്ടൽ ഫിഗർ ഇങ്ങനെയായിരുന്നു. എയില് 8 കിലോന്യൂട്ടൺ ഉണ്ട്, സിയില് 6 കിലോന്യൂട്ടൺ ഉണ്ട്, ഇവിടെ 8 കിലോന്യൂട്ടൺ, ബിയില് 12 കിലോന്യൂട്ടൺ. ഇത് ക്വസ്റ്റ്യനിലുള്ളതാണ്.
ഇത് 4 4 3 ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് എ ബി സി ഡി. ഇത് ക്വസ്റ്റ്യൻ ഉള്ളതായിരുന്നു. ഇനി നമുക്ക് മൊമെന്റ് ആയിട്ട് ഡി ആണ് വേണ്ടത്. ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം ആയിട്ട് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. therefore സിഗ്മ എന്താണ് എം ഡി ഇസ് ഈക്വൽ ടു ഡിയിലേക്ക് ക്ലോക്ക് വൈസ് ഉള്ളത് പോസിറ്റീവ് എടുക്കാം. അപ്പം 8 പോസിറ്റീവ് ആണ്. 8 ഇൻറ്റു ഡിസ്റ്റൻസ് 4 പ്ലസ് 4 ഇനി 6 കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. നമുക്ക് താഴോട്ടാണ് 6. അപ്പം -6 ഇൻറ്റു 4 8 ഉണ്ട്, അവിടെ 0 തന്നെയാണ്. പിന്നെ 12ഉം കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇങ്ങനെ -12 ഇൻറ്റു 3 ഇത്രയാണ് വരുന്നത്. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ സിഗ്മ എം ഡി ഇസിക്കൽ ടു ഇതിനെ സോൾവ് ചെയ്യുമ്പം 4 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. 4 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇത് പോസിറ്റീവ് ആണ്. അപ്പം ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് സിഗ്മ പോസിറ്റീവ് കിട്ടിയാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. അറിയാലോ, ഇത്രേ ഉള്ളൂ. ഇനി ഫോഴ്സ് സിസ്റ്റം ആയിട്ട് ഡി ആണ്. ഓക്കെ, ഇവിടെ റിസൾട്ടന്റ് എത്ര തന്നെയായിരുന്നു? റിസൾട്ടന്റ് ആർ ഇസിക്കൽ ടു 6 കിലോ ന്യൂട്ടൺ അപ്വേർഡ് ഡയറക്ഷൻ ആണ് നമുക്കുള്ളത്. therefore ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം ആയിട്ട് ഡി എങ്ങനെ ചെയ്യും? ഫിഗർ വരയ്ക്കുക. എ ബി സി ഡി ആയിരുന്നു, ഇത്രയുമാണ് ഉള്ളത്. അപ്പം ഡിയിലെ ഫോഴ്സ് സിസ്റ്റം 6 കിലോ ന്യൂട്ടൺ അപ്വേർഡ് 6 കിലോ ന്യൂട്ടൺ. പിന്നെ ഇവിടെയുള്ള മൊമെന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് കിട്ടിയത് 4 കിലോ ന്യൂട്ടൺ. അന്നേരം ക്ലോക്ക് വൈസിൽ 4 കിലോ ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കപ്പിളും ഉണ്ട്. ഇത്രയാണുള്ളത്. മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.